വെള്ളിപ്പിറവി ആഘോഷത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും പാതിരാ കുർബാനയും നടക്കുകയാണ്. കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ നിന്ന് സലാം മുഹമ്മദ്, പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നിന്ന് സനീസ ശോഭാചന്ദ്രൻ, കാക്കനാട് മൌണ്ട് സെന്റ് തോമസ് കത്തീഡ്രലിൽ നിന്ന് ആര്യ വിനോദ് എന്നിവർ തത്സമയം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ആദ്യം കോഴിക്കോട് തന്നെ ആരംഭിക്കാം. സലാം മുഹമ്മദ് ചേരുന്നുണ്ട്. സലാം, എന്താണ് കോഴിക്കോട്ടെ കാഴ്ചകൾ? അമൃത, കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിലാണ് ഞങ്ങളുള്ളത്. നമ്മളൊപ്പം ബോച്ചയുണ്ട്. ബോച്ച, ക്രിസ്മസ് ആശംസകൾ. എന്താണ് ക്രിസ്മസ്? മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. വിഷ് യു ഗുഡ് ലക്ക്. നമ്മളിവിടെ വർഷങ്ങളായിട്ട് വരുന്നതാണ്, 10-25 വർഷമായിട്ട് വരുന്നതാണ്. അപ്പോൾ ആ പഴയ ഓർമ്മയ്ക്ക് ഇവിടെ വരും. പിന്നെ ഒരു 5-6 പള്ളികളിൽ പോകും രാത്രി. അല്ല, തൃശ്ശൂരാണ്. ഒരാഴ്ച ഇവിടെ ഉണ്ടാവും. ബാക്കി തൃശ്ശൂർ, എറണാകുളം, അങ്ങനെ. പിന്നെ ബാക്കി കറക്റ്റായിട്ട് ഓരോ സ്ഥലങ്ങളിലായിട്ട്. നാളെ ഇവിടെയാണ്. ഞാൻ 10-25 വർഷമായിട്ട് ന്യൂ ഇയറിന് ഇവിടെ വരും. പിന്നെ ഇവിടുന്ന് രാത്രി ഒരു 5-6 പള്ളികളിൽ പോയിട്ടാണ് പോകുക. അതൊരു അങ്ങനെ ഒരു സിസ്റ്റം ഒത്തിരി കാലമായിട്ട് അങ്ങനെയാണ്. ഫാമിലി ആയിട്ടുണ്ട് ഇവിടെ. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. Conquer the world with love. Love you everybody. I'm Boche. ബോച്ചയും കോഴിക്കോട്ടെ ദേവമാതാ കത്തീഡ്രലിൽ ക്രിസ്മസ് ആഘോഷത്തിനായി എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. ബോച്ച ഇപ്പോൾ ഈ ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടി കുടുംബവുമായി ഇപ്പോൾ ദേവമാതാ കത്തീഡ്രലിൽ എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പിതാവ് ഇവിടെ എത്തും. അതിനുശേഷമായിരിക്കും ശുശ്രൂഷകൾ ആരംഭിക്കുക. ഏതായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, നിരവധിയായിട്ടുള്ള വിശ്വാസികൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യം കരോൾ ഗാനങ്ങളോട് കൂടിയാണ് ആരംഭിച്ചിട്ടുള്ളത്. 11:45 കൂടി തന്നെ ശുശ്രൂഷകൾ ആരംഭിക്കും. അതിനുവേണ്ടി ഈ ആത്മീയതയിൽ ഊന്നിക്കൊണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥനാ നിർഭരമായിക്കൊണ്ട് വിശ്വാസികൾ പള്ളി അങ്കണത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിവിടെ നിന്നും കാണാനാകുന്നത്. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ ഫാദർ വർഗീസ് ചക്കാലക്കൽ ഇങ്ങോട്ടേക്ക് എത്തുകയും ശുശ്രൂഷകൾ ആരംഭിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ക്രിസ്മസിനെ കോഴിക്കോട് നഗരവും നാടും നഗരവും വരവേൽക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കോഴിക്കോടിന്റെ എമ്പാടും നമുക്ക് കാണാനാകുന്നത്. ആ രീതിയിൽ ദേവമാതാ കത്തീഡ്രലിലാണ് പ്രധാനപ്പെട്ട കോഴിക്കോട് അതിരൂപതയുടെ നേതൃത്വത്തിൽ ഈ ശുശ്രൂഷകളൊക്കെ തന്നെ നടക്കുന്നത്. അതിരൂപതയാക്കിയതിനു ശേഷമുള്ള, അതായത് കോഴിക്കോട് രൂപത അതിരൂപതയാക്കി ഉയർത്തപ്പെട്ടതിനു ശേഷമുള്ള ആദ്യത്തെ ക്രിസ്മസ് ആണ്. ആ ഒരു ഇരട്ടി സന്തോഷവും ഇത്തവണത്തെ ക്രിസ്മസിന് കോഴിക്കോട്ടുകാർക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ആ രീതിയിൽ എല്ലാവിധ ചടങ്ങുകളും സജ്ജീകരണങ്ങളും ഒക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ പാതിരാ കുർബാനയ്ക്ക് വേണ്ടി അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ അതിരൂപത ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ ഇങ്ങോട്ടേക്ക് എത്തി അങ്ങനെ ശുശ്രൂഷകൾ ഒക്കെ തന്നെ കടക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അജി.